എന്താ എന്തോ പറ്റി? ചോദിച്ച കേട്ടില്ലയോ? ചോദിച്ചാ നേര് പറയണം. അപ്പം വന്നായിരുന്നോ ഇവിടെ? ചോദിച്ചതിന് നേര് പറ. പറയാൻ. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. പക്ഷെ നീ കർത്താവിനോർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ. എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേനെന്ന് ഏറ്റുപറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഏകസന്താനങ്ങളായ ആ രണ്ടുപേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവേ, അവരിൽ കനിയണമേ.
മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അവിടെ മാംസം കൊണ്ടു മൂടി. മനുഷ്യനിൽ നിന്നും എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, "കൊണ്ടുവിടാ, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും മനുഷ്യൻ മാതാപിതാക്കളിൽ നിന്നും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും." ദീന, ദീനായെ, എന്താ വാടി ഇത്? വല്ലവരും കണ്ട എന്താ വന്ന് പറയും? നീ ബാ, വന്നകത്തേറി കിടന്നാട്ടെ. എന്താ വാടി, എന്തോ പറ്റി നിനക്ക്? ചോദിച്ചു കേട്ടില്ലേ നീ? എന്താ വാടി, നിനക്ക് എന്തുവാ പ്രശ്നം? അല്ലേ നാക്കിറങ്ങിപ്പോയോ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നോടി നീ വന്ന് വടക്കേത്ത് കിടക്കുന്നേ? അല്ലേ കിടക്കുന്ന വീടിന്റെ വടക്കേത്തന്നോടി? പെമ്പ്രനോത്തികളാന്നേ ചൊല്ലും വിളിയും വേണം. വടക്കേത്ത് കിടക്കാനല്ലയോ എന്നെ കൊണ്ടുവന്നേക്കുന്നത്? അല്ലേലും 2-3 നാൾ കഴിഞ്ഞ് രാജൻ വന്ന് എനിക്കും കുഞ്ഞിനും കിടക്കാനെ കൊണ്ട് വടക്കേത്ത് മാത്രമേ ഇടവുള്ളൂ. എത്ര നാളോട് പറയവാ അപ്പുറത്തെ കതവിന് കുറ്റിയും കൊളുത്തു വിടാൻ. എന്നുവെച്ചും പ്രശ്നം തിരക്കാൻ വന്നേക്കുവാ. ദേ, കുറ്റിയും കൊളുത്തും ഇല്ലാത്തയാ പ്രശ്നം. കുറ്റിയും കൊളുത്തും ആണ്ടേ എന്റെ കൊങ്ങയ്ക്കങ്ങിട്ടേര് ഒല്ല. പിന്നെ ചേട്ടാ പതുക്കെ പതുക്കെ, അപ്പുറത്ത് കുഞ്ഞുങ്ങൾ കേക്കും. അക്കാമോ പറയുന്ന കേക്കുന്നീയ, നീ പറയുന്ന പോലെ. മക്കള് തന്നോടോ ആയില്ലയോ? അപ്പോഴാ കണ്ടേക്കുന്ന പുത്തൻ ബന്ധം. ഇപ്പൊ വന്ന് മക്കളെ പറ്റി പറയുന്ന എന്തുവാ? മാനമുള്ള പിള്ളാരാ, അവർക്ക് തലയും പൊക്കി നടക്കണം നാട്ടിൽ കൂടെ എന്നോർത്തില്ലേ? പറയുന്നേ നിർത്താൻ പറഞ്ഞേ, തീർക്കും ഞാനെല്ലാം കൂടെ. അതെ, നനഞ്ഞും പേർത്ത് ഉണ്ടാക്കിയതേ ഒറ്റയടിക്ക് തീർക്കാനും എനിക്കറിയാം. നീ എഴുതിച്ചോ? വല്ലയിടത്തും പോയി വാടച്ച് കിടന്നോണം. ആ ഞാൻ പറഞ്ഞേ. ഞാൻ ഇനിയും പറയും. പറഞ്ഞ എന്തുവാ? തല്ലി കൊല്ലോ എന്നാ കാണട്ടെ. തല്ലിയും കൊന്നും കഴിക്കാനെ കൊണ്ടല്ല കയ്യെ പിടിച്ച് ഞാൻ ഈ വീട്ടിൽ കയറി വന്നേ. 4 ചോര അറിയത്തുള്ളൂ എന്ന് വിചാരിച്ച് മനസ്സിൽ അടക്കിയതാ. അപ്പോഴുണ്ട് നാട്ടിൽ മൊത്തം പാട്ട് അയക്കുന്ന.
മല്ലൂക്കരയിൽ ഒരു പുത്തൻ പെങ്ങളുണ്ടായ കഥ. ഒന്നും മനസ്സിൽ നിന്നില്ലല്ലോ നിങ്ങൾക്ക്. ഒരു പുത്തൻ കണ്ണ് കണ്ടപ്പോഴ് കൊള്ളയെല്ലാം മനസ്സിൽ നിന്ന് വിട്ടില്ലോ നിങ്ങൾക്ക്. 7:30 നാഴിക പുലരുന്നതിന് മുതല് 4 നാഴിക ഇരട്ടുന്നത് വരെ അടുക്കളയിലും പാടത്തും നടുവളച്ചെന്ന് നയിച്ച് എന്നെ പോലും കണ്ണിന്ന് പോയില്ലോ നിങ്ങൾക്ക്. എന്നുവെച്ചും എന്നെ ഇനിയും തീ നീറ്റിക്കാനെ കൊണ്ട് വന്നേക്കുവാ. കർത്താവേ, ഓർത്താ സഹിക്കത്തില്ല എനിക്ക്. അക്കാമോ, ഞാൻ പറയുന്ന കേക്ക്. വല്ലച്ചാതിയും വിളിച്ചു പറഞ്ഞേച്ച് ദേ എനിക്കെന്റെ നല്ല നാളിങ്ങി വരുവേ. ഞാൻ പറയുന്ന കേക്ക്. നമ്മൾ സംസാരിച്ചേച്ച് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് വെച്ചെല്ലാം തീരത്തില്ലല്ലോ അക്കാമോ. പിന്നെയും കിടക്കുമല്ലയോ ജീവിതം. നമ്മുടെ ജീവിതം അല്ലേലും നമ്മുടെ പിള്ളാരെ കാണാതെ കണ്ട് പറ്റുമോ? നീ പറഞ്ഞ കൂട്ട് അവർ തന്നോളം ആയില്ലയോ? അതുകൊണ്ട് ഞാൻ പറയുന്ന നീ കേൾക്കണം. ഇത്ര നാളും നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കേട്ടേക്കുന്നേ. ഇനിയും പറ്റത്തില്ല അത്. ഇങ്ങനെ നോക്കല്ലേ, ഇനി എന്നെ ഇങ്ങനെ നോക്കല്ലേ. നോക്കി പോലും കള്ളവാ നിങ്ങൾക്ക്. കണ്ണൊക്കെ കിളിക്കാത്ത കള്ളം. പറയുന്നേ അറിയുന്നേ ഇനിയും വിശ്വസിക്കത്തില്ല ഞാൻ. പിന്നെ നല്ല വാക്ക് പറഞ്ഞോണ്ട് വരുവാ. എടി ഞാൻ പറയുന്ന ഒന്ന് കേട്ടേ. ഇനി ഒരു കള്ള പറയും കൂടെ വേണ്ട. ഒന്നുമില്ലേ, എന്റെ മനസ്സിൽ പഴയ പടുതിക്ക് എന്നെ നിന്നോട്ടെ നിങ്ങള്. അതെ, കർത്താവിന്റെ പേര് കൈ ചേർത്തേന് ഞാന് എന്റെ ആമ്പർന്നവന് കൊടുക്കുന്ന വിലയാ. ശരിക്കും നിങ്ങൾക്കുള്ളതല്ല. അക്കാമോ, നീ ഇങ്ങ് വാ. ഇവിടെ നോക്കിയേ. നീ ഇത്രയും കാലവും നിങ്ങൾ എന്നോട് പറഞ്ഞ കള്ളം മൊത്തവും കേട്ടത് ഈ 4 ചുവര. ഇതിനകത്ത് ഇനി നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചുറങ്ങത്തില്ല. ഇനി നമുക്ക് എന്തോയിനാ ഈ 4 ചുവരിന്റെ മറവ്. നമുക്ക് നമ്മെ അടക്കത്തി പറയാൻ ഒന്നുമില്ല. അക്കാമോ, നീ പറയുന്ന എന്തുവാ നീ നല്ലോണം ഓർത്തോണേ. കൈക്ക് പിടിച്ചിറക്കിക്കൊണ്ട് വന്നേ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതം ചെയ്തിട്ടുണ്ടോ ഞാൻ? വേലയ്ക്ക് വന്ന് നിന്നേക്കുന്ന എന്റെ കൂട്ട് വടക്കേത്ത് തന്നെ ഞാൻ കിടന്നില്ലയോ? നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ടുള്ളൂ. മനസ്സിൽ പോലും ഒരു പാപവും ചെയ്തിട്ടില്ല ഞാൻ. ഇനി പറ്റത്തില്ലത്. എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടിലൊരാള് എഴീച്ചേ. അക്കാമോ, നിക്കാൻ. വിട്, വിടന്നെ. മക്കൾ ഇച്ചയുടെ കൂടെ കിടന്നോ? ബാ, വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് അമ്മച്ചിയുടെ കൂടെ കിടക്കണം. മാത്തൂട്ടി പറയുന്ന കേക്ക്. കിടക്കാൻ. ഡാ, അവിടെ നിക്കാൻ. എടാ ചെറുക്ക, അവിടെ നിക്കാൻ. എടാ ചെറുക്ക, നിക്കാൻ. അല്ലേ മക്കളിങ്ങി വന്നേ.
ആ